മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയിട്ടാ ഇതാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ. ഇതാണ് ലോക്കറ്റ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് പേരും കാര്യങ്ങളും വേറെയുള്ളതും കാണിക്കാത്തത് അവരുടെ ഇഷ്ടമല്ലാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ അന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26-27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരെ കല്യാണം കഴിക്കണില്ല, എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി വിളിച്ചിട്ട് എന്നോട് പറയും, എന്നോട് ഞാൻ ഷാജി ഇവരെ അറിയാത്തവരെ ആരും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇവരൊരു വിവാദ നായികയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 കുട്ടികളുണ്ട്. ഇവരുടെ ഭർത്താവും ആത്മഹത്യ ചെയ്യുകയും അതിലൂടെ ഇവർക്ക് കുറച്ച് സങ്കടത്തോടെ ഉണ്ടായ കുറച്ച് വീഡിയോസുകളെല്ലാം ഇവർ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ അവർ എന്താ വെച്ചാൽ കുറച്ച് അഹങ്കാരിയായിട്ട് മാറി എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കണ്ടു നോക്കൂ. പറയുന്ന പോലെ ചെറിയ ചെക്കൻ ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26-27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണില്ല, എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി വിളിച്ചിട്ട് എന്നോട് പറയാം, ഞാൻ പറയട്ടെ, ഏത് യൂട്യൂബേഴ്സിനാ നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല്? ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല്? ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള് എന്താ പറയുക, ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? ഞാനിപ്പോൾ ഒരു 10-60 വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ? വയസ്സായവരുടെ കല്യാണം കഴിക്കണോ, നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ. അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളെ കെട്ടിക്കൂടെ, നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്, ചെറിയ ചെക്കന്മാരനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആരിനെ കല്യാണം കഴിക്കണം, ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ ലൈഫാണ്. പിന്നെ ഇവർ പറഞ്ഞു കേട്ടല്ലോ, 32 വയസ്സുള്ള ഞാൻ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെയാണ് കല്യാണം കഴിച്ചു തുടങ്ങി. അത് അവരുടെ ഇഷ്ടമാണ്. അവർ കല്യാണം കഴിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ്. അവർ ആര് വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ, അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള കുറച്ച് വീഡിയോ കൂടി കണ്ടു. പിന്നെ ചെറിയ ചെക്കൻ ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം. ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്. ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുപോലെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിലും, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല കേട്ടോ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികൾ എന്താ പറയുക, പേടിച്ച് വരച്ച് എൻ്റെ ഏതോ ഒരു കസിന് ഇത് ആൻറ്റിമാരെയാണ് താല്പര്യം എന്ന് ഷാജിത പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തുള്ള എല്ലാ പുരുഷന്മാർക്കും അതേപോലെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഷാജിതൻ്റെ കസിന് മാത്രമായിരിക്കും അങ്ങനെയുള്ള ഒരു താല്പര്യം. പിന്നെ ഷാജിതക്കും ഉണ്ടല്ലോ അങ്ങനെ ഒരു താല്പര്യം. 26 വയസ്സുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഷാജിതക്കും അതേപോലെയുള്ള ഒരു താല്പര്യമായിരിക്കും. പക്ഷേ ലോകത്തുള്ള എല്ലാവർക്കും ഇതുപോലെയുള്ള താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കെല്ലാം ചെറുക്കന്മാരെ പോലും കിട്ടാതാവും അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്ത പോലെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല, നടക്കില്ല. കാരണം അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് അവർ ചെയ്യുള്ളൂ. അഥവാ നമ്മുടെ ഇഷ്ടത്തിന്, വീട്ടുകാരുടെ ഇഷ്ടത്തിന് അവരെ പിടിച്ച് കെട്ടിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് പിന്നെ പിന്നീട് അവരവരുടേതായ ലൈഫിലേക്ക് തിരഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. ഫുൾ അങ്ങനെയാണ്. അപ്പം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അങ്ങനെ പറയണവരടുത്ത് എനിക്ക് പറയാനുള്ളതാണ്,
ഓരോരുത്തരുടെ ലൈഫും ഇപ്പം എൻ്റെ ലൈഫ് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, എനിക്ക് ഇതുവരെ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നോ രക്ഷപ്പെട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവകാശം കിട്ടിയില്ലായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ലൈഫ് പറഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ കാര്യം മാത്രം എനിക്ക് ആലോചിച്ചാൽ മതി. ഇപ്പം ഈ പറയുന്ന വ്യക്തിനെ എൻ്റെ മക്കൾക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അറിയാം എന്താണ് ഏതാണെന്നൊക്കെ. അപ്പം ഞാൻ എന്തൊരു ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും മെയിനായിട്ട് എൻ്റെ മക്കളിനോടാണ് ഞാൻ പറയുള്ളൂ, എൻ്റെ മക്കളിനോടാണ് ഞാനത് ആലോചിക്കുകയുള്ളൂ. കാരണം 10-15 വയസ്സായ മോനാണ് അവൻ്റെ ആ ഒരു ഇത്. പിന്നെ അവർ പറയണത് ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഉമ്മ ചെയ്യുക എന്നാണ് എൻ്റെ മക്കൾ പറയാറ്. പിന്നെ വേറൊരു ഇവർ എല്ലാ സബ്സ്ക്രൈബർമാരെയും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ പണ്ട് ഇവർക്ക് അങ്ങനെയുള്ള ഒരു അവകാശം ഉണ്ടായിട്ടില്ല അത്രേ. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഉള്ള അവകാശമൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.